ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധികം ചിലവൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളരിയുടെ പകുതി ഭാഗം മതിയാവും നമുക്ക് ഈ കറി വെക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഒരു നല്ല പുളിയുള്ളൊരു മാങ്ങ, കുറച്ച് ചക്കക്കുരു, കറിവേപ്പില, പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം വെള്ളരിയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തി സ്ക്വയർ കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ അരിയില്ലേ, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതോടൊപ്പം തന്നെ മാങ്ങ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുത്ത്, അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട്. പുളിപ്പ് കുറവുള്ള മാങ്ങയാണെങ്കിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിപ്പം വലിയൊരു മാങ്ങയാണ്, അതിൻ്റെ പകുതിയാണ് ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് മാങ്ങയും നമുക്ക് സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ചക്കക്കുരുവും പാട നീക്കം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ആ ഒരു തൊലി ഞാൻ കളയാറില്ല. അപ്പോൾ ചക്കക്കുരു രണ്ടായിട്ട് മുറിച്ച് അതോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി കഴുകി നമുക്ക് ഈ ഒരു മൺകലത്തിലാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പച്ചമുളകിന് കുറച്ച് എരിവുള്ളത് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 കതിർപ്പ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് വേവുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ മൺകലത്തിൽ അല്ലെങ്കിൽ കുക്കറിലിട്ട് 2 വിസിലടിച്ചാലും മതി. അപ്പോൾ നമുക്കിത് നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ മൺകലത്തിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ്. തേങ്ങയോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് 2-3 ചെറിയുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മാങ്ങയൊക്കെ ചേർക്കുന്ന കറികളിലൊക്കെ ഉലുവ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി അതെല്ലാം കൂടെ നമുക്ക് നന്നായി അങ്ങ് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും ചക്കക്കുരുവൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായി അങ്ങ് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചക്കക്കുരുവൊക്കെ വെന്ത് വരണം. അപ്പോഴാണ് കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരച്ച് വെച്ച ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനുള്ളൊരു കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലവർക്ക് ഇത് ഇച്ചിരി കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അധികം അങ്ങ് തിളച്ച് പോകരുത്. ഒത്തിരി തിളച്ചാൽ കറി ഇങ്ങനെ പിരിഞ്ഞ് ഒരു വല്ലാത്തൊരു ടേസ്റ്റിലിരിക്കും. നമ്മൾ മോരൊക്കെ തിളച്ച് പോകുമ്പം ഒരു വല്ലാതിരിക്കില്ലേ, അതുപോലെ. അത്രയും വേണ്ട. ഇത് തീ സിമ്മിലിട്ട് കുറച്ചൊന്ന് തിളച്ച് വന്നാൽ മതി. ഒന്ന് ചൂടായി തിള വരുന്ന ഒരു സമയമാകുമ്പോഴും നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് താളിച്ചിടണം. കടുക് താളിച്ചതിൽ കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നല്ല കളറ് വരുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായൊരു കറിയാണ്. നല്ലൊരു നാടൻ കറിയാണ്. ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനൊക്കെ പറ്റിയ ഒരു കറിയാണ്. മാങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പും ഒക്കെയുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കുറേയേറെ സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.